പിൽക്കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ ഈ സംഘപരിവാർ എന്നൊക്കെ പറയുന്ന പോലെ വിവിധ മുഖങ്ങളുള്ളൊരു സംഘടനയായിട്ടാണ് തൻ്റെ സംഘടനയെ ഫാഡ്കെ വിഭാവനം ചെയ്തിരുന്നത്. അപ്പം ഒരു തരത്തില് ഈ സംഘപരിവാറിന്റെ ഒരു പ്രാഗ്രൂപം നമ്മൾ കാണുന്നത് ഇവിടെയാണ്. ഇപ്പം അതിനൊരു സാംസ്കാരിക മുഖം ഉണ്ടാവും, അതിനൊരു ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കാൻ ഒരു മുഖം ഉണ്ടാവും. ഇപ്പം BJP പോലെ ഒരു പാർട്ടി ഇവിടെ ഉണ്ടാവും, അത് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നു, അതൊക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വിവിധ പരിപാടികളായിട്ടുള്ള വിവിധ സംഘടനകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് അതിൻ്റെ കോർ എന്ന് പറയുന്നത് ഈ ഭീകര സംഘം കോറായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഫാഡ്കെയാണ് ആ കോറായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ ഭീകര സംഘം ചെയ്തിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സമ്പന്നരെ കൊള്ളയടിക്കുക, ബ്രിട്ടീഷുകാർ വ്യക്തികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ കൊള്ളയടിക്കുക, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ കൊള്ളയടിക്കുക, കൊള്ളയടിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ഈ പൈസ ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരുടെ എസ്റ്റാബ്ലിഷ്മെന്റ്സ് തകർക്കുക. ഉദാഹരണമായിട്ട് പാലങ്ങൾ തകർക്കുക, അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തകരാറിലാക്കുക. അങ്ങനെ ഒരു ഒളിപ്പോരിന്റെ രീതിയാണ് ഫാഡ്കെ അവലംബിച്ചിരുന്നത്. അപ്പൊ ഫാഡ്കെയുടെ ഒരു വലിയ പടനായകനായിരുന്നു ഈ ദൗലത്ത് റാവു നായിക് എന്ന് പറയുന്ന ആള്. അദ്ദേഹം ഈ കൊങ്കൺ പ്രവിശ്യയിലെ സമ്പന്നരെ കൊള്ളയടിച്ച് വരുമ്പോ പക്ഷെ പോലീസായിട്ടുള്ള ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുന്നു. അന്ന് മുതൽ ഫാഡ്കെ പിടികിട്ടാ പുള്ളിയാവുകയാണ്. ഫാഡ്കെയെ പറ്റിയുള്ള നോട്ടീസുകൾ എല്ലായിടത്തും വരുന്നു. തിരിച്ച് ഫാഡ്കെ അന്നത്തെ ബോംബെ ഗവർണറായിരുന്ന റിച്ചാർഡ് ടെമ്പിളിന്റെ തല കൊയ്യുന്നവർക്ക് ഇനാം പ്രഖ്യാപിക്കുന്നു. ആ രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് രാജവംശങ്ങൾ തമ്മിലുള്ള യുദ്ധം നടക്കുന്ന പോലെ ഒരു രീതിയിലാണ് അന്നത്തെ ബ്രിട്ടീഷ് വിരുദ്ധത നടക്കുന്നത്. അവസാനം ഫാഡ്കെ പിടിക്കപ്പെടുന്നു. ഫാഡ്കെയെ ഏഡനിലേക്ക്, അന്ന് ബോംബെ പ്രവിശ്യയുടെ ഭാഗമാണ് യമനിലെ ഏഡൻ എന്ന് പറയുന്നത്, ഏഡനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അദ്ദേഹം 1853 നിരാഹാരം ഇരുന്നിട്ടാണ് മരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചിത്പാവൻ ബ്രാഹ്മണ കുലത്തിൽ നിന്ന് ഇടവേളകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നിരന്തരമായൊരു ബ്രിട്ടീഷ് വിരുദ്ധത എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ തങ്ങളുടെ സാമ്രാജ്യത്തെ കീഴടക്കി ബ്രിട്ടീഷുകാർ തങ്ങളെ രണ്ടാം കിട പൗരരാക്കി. അപ്പൊ തങ്ങളുടെ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിക്കണമെങ്കിൽ, തങ്ങളുടെ അധികാരം തിരിച്ചു പിടിക്കണമെങ്കിൽ ബ്രിട്ടീഷുകാരെ നീക്കം ചെയ്ത് തീരൂ എന്നുള്ള ഒരു ചോദനയാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ ഫാഡ്കെ മരിക്കുന്ന കൊല്ലാണ് 1853 ആര് ജനിക്കുന്നത്, സവർക്കർ ജനിക്കുന്നത്. അപ്പോൾ സവർക്കറെ സംബന്ധിച്ചിടത്തോളം സവർക്കറിന്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഫാഡ്കെ, അതിനുശേഷം വന്നിട്ടുള്ള ചപ്പേക്കർ ബ്രദേഴ്സ് പോലെയുള്ള ആളുകൾ, അവരുടെ ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വീരസാഹസിക കൃത്യങ്ങൾ ആണ് സ്വാഭാവികമായിട്ട് അതേ കുലത്തിൽ ജനിച്ച ആൾ എന്നുള്ള നിലയ്ക്ക് കുറച്ച് ആളുകളുള്ള കൊല്ലാണല്ലോ. അപ്പോൾ അത് തങ്ങളുടെ കഥയായിട്ടാണ് സവർക്കറൊക്കെ വായിച്ചെടുക്കുന്നത്. ഫാഡ്കെയുടെ കാലം കഴിയുന്നു. 1896 കാലത്ത് പ്ലേഗ് വരികയാണ് ഈ ബോംബെ പ്രൊവിൻസിലേക്ക്. ബ്യൂബോണിക് പ്ലേഗ് വരികയാണ്. അത് 1855 ചൈനയിലെ യുവാനിലാണ് പ്ലേഗ് പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പൊ ചൈനയും ബ്രിട്ടീഷുകാരും തമ്മിൽ നല്ല ബന്ധമാണ്. അപ്പൊ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഈ പറയുന്ന ബോംബെ പോർട്ട് വഴി, ചൈന വഴിയൊക്കെയാണ് അത് മറ്റ് ഭാഗങ്ങളിലേക്ക് പോകുന്നത്, ടെക്സ്റ്റൈൽസ് മുഴുവൻ. അപ്പൊ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം പ്ലേഗ് വലിയ പ്രശ്നമായി. കാരണം അവരുടെ ഈ കച്ചവടം തടസ്സപ്പെടും. അപ്പൊ അതുകൊണ്ട് അന്ന് അവർ കൊണ്ടുവരുന്ന നിയമമാണ് ഈ പറയുന്ന ക്വാറന്റൈനും അതുപോലെ തന്നെ ലോക്ക്ഡൗൺ പോലുള്ള നിയമങ്ങൾ 1897 കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവരുമ്പോൾ അത് ഇപ്പം ഇന്ത്യക്കാരെ മുഴുവൻ പ്ലേഗിൽ നിന്ന് രക്ഷപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനോ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. നേരെ മറിച്ച് അവരുടെ കച്ചവടം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവണം. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ പ്ലേഗിന്റെ വ്യാപനം തടയണം. അപ്പോൾ കമേഴ്സ്യൽ ആയിട്ടുള്ള അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു സംഗതിയാണ് ശരിക്കും പറഞ്ഞാൽ ക്വാറന്റൈൻ, ലോക്ക്ഡൗൺ. പക്ഷെ അത് മറ്റൊരർത്ഥത്തിൽ ആളുകളുടെ ഈ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഒന്നുകൂടിയായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ക്വാറന്റൈനും പ്ലേഗും ലോക്ക്ഡൗൺ നിയമങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ ബോംബെ പ്രൊവിൻസ് പൂനെയിലേക്ക് വരുന്നു. റാൻഡ് എന്നാണ് അയാളുടെ പേര്. റാൻഡ് അവിടെ വരുന്നു. റാൻഡിന്റെ SPC എന്ന് പറയുന്ന സ്പെഷ്യൽ പ്ലേഗ് കമ്മിറ്റി എന്ന് പറയുന്ന ആ SPC ആണിത് നിയന്ത്രിക്കുന്നത്, പ്ലേഗ് ബാധ തടയാൻ. റാൻഡിന് എത്ര പരിശ്രമിച്ചിട്ടും പ്ലേഗ് ബാധ തടയാൻ പറ്റുന്നില്ല. അപ്പൊ റാൻഡിന് മനസ്സിലായ ഒരു കാര്യം, പ്ലേഗ് പിടിപെടുന്ന ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നില്ല. റിപ്പോർട്ട് ചെയ്യാതെ അപ്പോൾ വീടിനുള്ളിൽ ചികിത്സയിൽ കഴിയാണ്.
അപ്പോൾ വീട്ടിലെല്ലാവർക്കും പ്ലാഗ് പിടിപെടാവുന്ന ഒരു അവസ്ഥ അവിടെ സംജാതമാവുന്നു. ഇത് മനസ്സിലായപ്പോ റാൻഡ് വീടിൻ്റെ ഉള്ളിൽ കയറാൻ തുടങ്ങി. വീടിൻ്റെ ഉള്ളിൽ രോഗികൾ ഉണ്ടെങ്കിൽ ബലം പ്രയോഗിച്ച് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ആ രോഗിയുടെ ബിലോങ്ങിങ്സ് ഒക്കെ കത്തിച്ച് കളയുക. അത്തരം രോഗവ്യാപനം തടയുന്ന നടപടികളിൽ ഏർപ്പെടാൻ തുടങ്ങുകയാണ്. അപ്പൊ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് നയത്തിനെതിരെ, ഈ ക്വാറന്റൈൻ ലോക്ക്ഡൌൺ നയത്തിനെതിരെ ഏറ്റവും കൂടുതൽ ആ തരത്തിൽ നീങ്ങിയിരുന്നത് ചിത്പാവൻ ബ്രാഹ്മണരായിരുന്നു. പ്രത്യേകിച്ച് അവർക്ക് പൊതുവെയുള്ള ബ്രിട്ടീഷ് വിരുദ്ധത മൂലം അവരുടെ വീട്ടിലൊരു പ്ലാഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അത് രഹസ്യമായിട്ട് മൂടി വയ്ക്കും. ആ തരത്തിലായിരുന്നു അവർ പെരുമാറിയിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് റാൻഡ് കയറുന്നത് മിക്കവാറും ഈ ചിത്പാവൻ ബ്രാഹ്മണരുടെ വീടുകളിലാവും. വീടുകളിൽ കയറുമ്പോൾ ബിലോങ്ങിങ്സ് കത്തിച്ച് കളയുമ്പോൾ അവരുടെ ചിലപ്പോൾ ഭഗവത്ഗീത ഉണ്ടാവും, അല്ലെങ്കിൽ പുരാണ ഗ്രന്ഥങ്ങൾ ഉണ്ടാവും. ഇത് വെച്ചിട്ട് യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വലിയ തരത്തിൽ മതപരമായിട്ട് നീങ്ങാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മതത്തിന് മേൽ മ്ലേച്ഛർ കടന്നുകൂടുന്നു എന്നുള്ള ഒരു തരത്തിലുള്ള പ്രചാരണമാണ് അവർ നടത്തിവിട്ടത്. അപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിഷ്കരണവാദികളുണ്ട്, യാഥാസ്ഥിതികരുണ്ട്, പുറത്തുനിന്നുള്ള പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആൾക്കാരുണ്ട്. ഈ യാഥാസ്ഥിതികർക്ക് ഈ സമയത്ത് വലിയ ശക്തി വയ്ക്കുകയാണ്. വലിയ തരത്തിൽ ഈ പറയുന്ന മതത്തിനെ മുൻനിർത്തിയുള്ള മതസംരക്ഷണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജാതി സംരക്ഷണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബ്രാഹ്മണിസം സംരക്ഷിക്കണം എന്ന് പറയുന്ന ആ ആശയം മുൻനിർത്തിയിട്ട് ഇവർക്ക് വലിയ തരത്തിലുള്ള ആ സമയത്ത് ജനപിന്തുണ വരുന്നു. ബാൽ ഗംഗാധർ തിലക് പോലെ ഒരുപക്ഷെ ഒരു പ്രത്യേക ഘട്ടം വരെ പരിഷ്കരണവാദത്തോട് ചേർന്ന് നിന്നിട്ടുള്ള ആൾ വരെ വളരെ പെട്ടെന്ന് സാമൂഹികമായിട്ട് എന്തായിട്ട് തീർന്നു? ഈ പറയുന്ന യാഥാസ്ഥിതിക വിഭാഗത്തിലെ വലിയ വ്യക്താവായിട്ട് തീരുകയാണ്. അപ്പോൾ ചിത്പാവൻസ് വേറൊരർത്ഥത്തിൽ ഈ യാഥാസ്ഥിതികരെ പോലെ പുതിയ ആധുനിക ഘട്ടത്തെ സ്വീകരിക്കാതിരിക്കുന്നില്ല. ഉദാഹരണമായിട്ട് 2 പത്രിക അവരുണ്ടാക്കുന്നുണ്ട്. കേസരി എന്ന് പറയുന്ന പത്രമുണ്ട്, മറാത്ത എന്ന് പറയുന്ന പത്രമുണ്ട്. ഒന്ന് മറാഠി പത്രം, ഒന്ന് ഇംഗ്ലീഷ് പത്രം. അപ്പൊ കേസരിയിലൂടെയും മറാത്തയിലൂടെയും തിലക് ഈ റാൻഡിനെതിരെ വലിയ തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിടാൻ തുടങ്ങി. വലിയ തരത്തിൽ ഇത് ഒരു ഗവൺമെന്റിന് ജനങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ അവകാശമില്ല എന്ന തരത്തിൽ, അല്ലെങ്കിൽ മതത്തിനെ നിയന്ത്രിക്കുന്നത് ഈ വെള്ളക്കാരുടെ സ്റ്റേറ്റ് ആണെന്നുള്ള തരത്തിൽ വലിയ തരത്തിൽ പ്രചരണം അഴിച്ചുവിടാൻ തുടങ്ങി. ഇത് ചിത്പാവൻ ബ്രാഹ്മണരിലെ യുവാക്കളിൽ, തിലകനോട് ഒപ്പം നിൽക്കുന്ന യുവാക്കളിൽ വലിയ രോഷമുളവാക്കാണ്. വിക്ടോറിയ രാജ്ഞിയുടെ 100ാമത്തെ കിരീടധാരണത്തിന്റെ 100ാമത്തെ വർഷം ആഘോഷിക്കുന്ന സമയത്ത് അന്ന് പൂനെയിലെ ഗണേഷ് ഖണ്ഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ഒരു പാർട്ടി നടക്കുകയാണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഒരു ആഘോഷം നടക്കുകയാണ്. ആ ആഘോഷം കഴിഞ്ഞിട്ട് റാൻഡ് വരികയാണ്. റാൻഡ് കുതിരവണ്ടിയിൽ വരുന്നു. പിന്നാലെ അയേഴ്സ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അംഗരക്ഷകൻ, അദ്ദേഹത്തിന്റെ ഒരു സബോർഡിനേറ്റ് അടുത്ത വണ്ടിയിൽ വരുന്നു. ഇങ്ങനെ വരുമ്പോ വഴിയിൽ നിന്ന് 2 ചിത്പാവൻ യുവാക്കള് ഈ 2 വണ്ടിയിലും ചാടിക്കേറുകയും ഇവരെ 2 പേരെയും വധിക്കുകയും ചെയ്യാണ്. വധിച്ചു കഴിഞ്ഞപ്പോൾ ആരാണ് വധിച്ചതെന്ന് അറിയില്ല. അവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പ്രത്യേകിച്ച് അന്വേഷണമായി. വലിയ തരത്തിൽ ബ്രിട്ടീഷുകാരെ അന്വേഷിച്ചിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവസാനം ആ കേസ് അന്വേഷിച്ച ബ്രവീൻ എന്ന് പറയുന്ന ഇൻസ്പെക്ടറാണ് അത് അന്വേഷിക്കുന്നത്. ബ്രവീൻ അന്ന് ദുർഗുണ പരിഹാര പാഠശാലയിൽ ഉണ്ടായിരുന്ന ഗണേഷ് ശങ്കർ ദ്രാവിഡ് എന്ന് പറയുന്ന ഒരാളെ ചോദ്യം ചെയ്യാണ്. ഒരു കുട്ടിയാണത്. കുട്ടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10-19 വയസ്സൊക്കെയുള്ള പ്രായത്തിലുള്ള കുട്ടിയാണ്. അയാളെ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ചില സൂചനകൾ കിട്ടുന്നു, മനസ്സിലാക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ യർവാദ ജയിലിലേക്ക് മാറ്റുന്നു. അയാളെ പ്രലോഭിപ്പിക്കുകയാണ്. ഒന്ന്, നിന്നെ ഫ്രീ ആക്കി തരാം, നിനക്ക് 20,000 രൂപ. 20,000 രൂപ എന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയ തുകയാണല്ലോ. 20,000 രൂപ ഓഫർ ചെയ്യാണ്, നീ ഇതിനെപ്പറ്റി വിവരങ്ങൾ തരികയാണെങ്കിൽ. അപ്പൊ അവൻ പതുക്കെ വിവരങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അതായത് ദാമോദർ ഹരി ചപ്പേക്കർ എന്ന് പറയുന്ന ഒരു ചിത്പാവൻ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഒളി സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ നിരവധി ആയുധ പരിശീലനമൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഗണേഷ് ശങ്കർ ദ്രാവിഡിന്റെ അനുജൻ നീലകണ്ഠൻ എന്ന് പറയുന്ന അനുജൻ അതില് അംഗാണെന്ന് പറയാണ്. അങ്ങനെ പോലീസ് നീലകണ്ഠനെ അടുത്തെത്തുന്നു.
അങ്ങനെ ഈ ദാമോദർ ഹരി ചപ്പേക്കറാണ് ഇത് ചെയ്തതെന്ന് പോലീസിനെ പിടികിട്ടുന്നു, അദ്ദേഹത്തെ പിടികൂടുന്നു. അപ്പോ യഥാർത്ഥത്തിൽ ഇവർ 3 ചേട്ടനിയന്മാരാണ്. ദാമോദർ ഹരി ചപ്പേക്കർ, ബാലകൃഷ്ണ ഹരി ചപ്പേക്കർ, വാസുദേവ് ഹരി ചപ്പേക്കർ, ഈ 3 പേരാണ്. ഇതിൽ ഈ 2 പേരാണ്, മൂത്ത 2 പേരാണ് ഈ 2 കൊലപാതകങ്ങൾ നടത്തുന്നത്. റാൻഡിനെയും അതുപോലെ തന്നെ അയേഴ്സിനെയും കൊല്ലുന്നത്. ഇതിൽ മൂത്ത ആളെ മാത്രമേ പിടികിട്ടിയിട്ടുള്ളൂ. ബാക്കി ഈ രണ്ടാമത്തെ കൊലപാതകം നടന്ന ആൾ ഒളിവിൽ പോയി. ഒളിവിൽ പോയിട്ട് അന്ന് ഏർക്കള എന്ന് പറയുന്ന സ്ഥലത്തെ വലിയ ഈ കൊള്ള സംഘങ്ങളൊക്കെ ഉള്ള നമ്മൾ ചമ്പൽ കൊള്ളക്കാർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സംഘങ്ങളുള്ള സ്ഥലമാണ് ഈ ഏർക്കള കൊള്ള സംഘം എന്ന് പറയുന്നത്. അവിടെ ചെന്ന് ചേരുകയാണ്. അപ്പൊ അതൊക്കെ ഈ ഇൻസ്പെക്ടർ ഏർക്കള സംഘത്തലവനെയും ഇതേപോലെ പിടിച്ച് ബ്രൈബ് ചെയ്തിട്ട് ഇയാളെയും പിടിക്കുകയാണ്. ഇവരെ 2 പേരെയും തൂക്കിക്കൊല്ലും. തൂക്കിക്കൊല്ലുന്നതിനിടയിൽ ഈ ഗണേശ് ശങ്കർ ദ്രാവിഡിനെ വിട്ടയച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഇവരെ പറ്റി അറിയിപ്പ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പൈസയും അതുപോലെ തന്നെ വിട്ടയക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ ഗണേശ് ശങ്കർ ദ്രാവിഡിനെ ഇവരുടെ ഏറ്റവും ഇളയ അനിയൻ വാസുദേവ് ഹരി ചപ്പേക്കർ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നിട്ട് അയാളെയും കൊല്ലും. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിരുന്ന മഹാദേവ് റാനഡെ എന്ന് പറയുന്ന 2 പേര് കൂടിയിട്ട് അവരെയും പിടിയിലായി. അങ്ങനെ ഈ 4 യുവാക്കളെ അടുത്തടുത്ത മാസങ്ങളിൽ തൂക്കിക്കൊല്ലുകയാണ്, ചിത്പാവൻ യുവാക്കളെ. അപ്പൊ അത് ഈ പറയുന്ന സവർക്കറുടെ ചെറുപ്പകാലത്തെ ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്നാണ് ഈ ചെറുപ്പകാലത്ത് നടക്കുന്നത്. അപ്പൊ ഫാഡ്കെ മരിച്ച ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ചപ്പേക്കർ ബ്രദേഴ്സിന്റെ ജീവത്യാഗം, ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? സ്വന്തം കുലത്തിന് വേണ്ടിയിട്ടാണ്. ചിത്പാവൻ ബ്രാഹ്മണ കുലത്തിന് വേണ്ടിയിട്ടാണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഇവര് മരിക്കുന്നത്. അപ്പോ സവർക്കർ ആദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ സവർക്കറുടെ ചെറുപ്പകാലത്തെ ഒരു പ്രധാനപ്പെട്ട 2 എഴുത്തുകൾ, സവർക്കർ പ്രോളിഫിക് ആയിട്ടുള്ള റൈറ്റർ ആയിരുന്നു, ഇഷ്ടംപോലെ എഴുതിയിട്ടുള്ള ഒരാളാണ്. ഏതാണ്ട് രത്നഗിരി താമസിക്കുന്ന 10 കൊല്ലം കൊണ്ട് 15,000 പേജ് എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ചെറുപ്പം തൊട്ട് എഴുതുന്ന ആളാണ്. അപ്പൊ സവർക്കറുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ സവർക്കർ ആദ്യം ഏർപ്പെടുന്ന ഒരു സാഹിത്യ സൃഷ്ടി എന്ന് പറയുന്നത് വീർശ്രീ യുക്ത എന്ന് പറഞ്ഞൊരു നാടകം എഴുതുന്നുണ്ട്. അത് ഇവരെ പറ്റിയിട്ടാണ്, ഫാഡ്കെയും അതുപോലെ തന്നെ ഈ ചപ്പേക്കർ ബ്രദേഴ്സിനെയൊക്കെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ ചപ്പേക്കരഞ്ച ഫാഡ്കെ എന്ന് ഒരു കവിത എഴുതുന്നുണ്ട് ആ സമയത്ത്. അപ്പൊ സവർക്കറുടെ ഒരു പക്ഷെ ബാല്യത്തെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ചിത്പാവൻ കുലത്തിൽ നിന്ന് സായുധ പോരാട്ടം നടത്തിയ, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സായുധ പോരാട്ടം നടത്തിയ ഇതേപോലെയുള്ള ആളുകളാണ്. അതുപോലെ തന്നെ മറിച്ച് വേറൊരു തരത്തില് ഭൗതിക തലത്തിൽ സ്വാധീനിക്കുന്നതെന്ന് പറയുന്നത് തിലകാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തുന്നത് തിലകാണ്. തിലക് ഞാൻ നേരത്തെ പറഞ്ഞു, തിലക് ആണ് യാഥാസ്ഥിതിക ബ്രാഹ്മണ്യത്തെ ഈ ചിത്പാവൻ കുലത്തിൽ ഉറപ്പിച്ച ആള്. കാരണം സ്വാഭാവികമായിട്ട് ഈ ബ്രിട്ടീഷുകാർ ഇവരെ തോൽപ്പിച്ചതിന് ശേഷം പലതരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായി. വലിയൊരു വിഭാഗം പരിഷ്കരണവാദികൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. റാനഡെ ഉണ്ടാവുന്നുണ്ട്, ഗണേശ കാർക്കർ ഉണ്ടാവുന്നുണ്ട്, ഗണേശ കാർക്കറുടെ ശിഷ്യനായി ഗോഖലെ വരുന്നുണ്ട്. ഇവരൊക്കെ തന്നെ തിലകിനെ പോലെ ആയിരുന്നില്ല, അല്ലെങ്കിൽ യാഥാസ്ഥിതിക ബ്രാഹ്മണരെ പോലെ ആയിരുന്നില്ല. അവര് മേലാളരായിരുന്നു. അവര് ഒരർത്ഥത്തിൽ ഈ പറഞ്ഞ മാതിരി മുഴുവനായിട്ട് ബ്രാഹ്മൺ പ്രിവിലേജ് വിട്ടവരൊന്നുമല്ല, മറിച്ച് ഈ ബ്രാഹ്മണിസം എന്ന് പറയുന്ന അതിന്റെ അതിർത്തി പൊട്ടിച്ച് ഒരാധുനിക കാലഘട്ടത്തിലേക്ക് ലയിക്കണം എന്ന് ആഗ്രഹിച്ചവരായിരുന്നു. ഈ ഗണേശ കാർക്കറും തിലകും ചേർന്നാണ് ആദ്യം കേസരി മറാത്തയ്ക്കൊക്കെ രൂപം കൊടുക്കുന്നത്, ഈ പറയുന്ന 2 പത്രങ്ങൾക്ക് രൂപം കൊടുക്കുന്നത്. പക്ഷെ വളരെ പെട്ടെന്ന് അവർ അകലുന്നുണ്ട്. 1888 ആകുമ്പോഴേക്കും അവർ വേർപിരിയുന്നുണ്ട്. വേർപിരിയ മാത്രമല്ല, ശത്രുപക്ഷത്തേക്ക് പോകുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ മതത്തിനെ സംബന്ധിച്ച സ്റ്റാൻഡാണ്. ഈ മതത്തിലെ പരിഷ്കരണം ചെയ്യാൻ ഗവൺമെന്റിന് അവകാശമുണ്ടോ ഇല്ലയെന്നാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോ ഏജ് ഓഫ് കൺസെന്റ് ബില്ലാണ് ആ സമയത്ത് വരുന്നത് പ്രധാനമായിട്ട്. നമുക്കറിയാവുന്ന പോലെ പെൺകുട്ടികളെ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു കൊടുക്കും. 8 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കല്യാണം കഴിച്ചു കൊടുക്കും. കല്യാണം കഴിക്കുന്ന ആള് ചിലപ്പം വളരെ പ്രായ വ്യത്യാസം ഉള്ള ആളുകളായിരിക്കും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തിലക് ഇടപെട്ട 2 കേസുകളിൽ പ്രധാനപ്പെട്ട 2 കേസുകൾ, രക്മാബായി കേസൊക്കെ അതിൽ വളരെ പ്രധാനപ്പെട്ട കേസാണ്. കേസ് സ്റ്റഡി ചെയ്യാവുന്ന കേസാണ്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് മാത്രം. ഇപ്പൊ ഈ ഏജ് ഓഫ് കൺസെന്റ് ബില്ല്, ഈ വിവാഹപ്രായം, പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തണം എന്നുള്ളത് ഈ പരിഷ്കരണവാദികളുടെ വലിയ ആവശ്യമായിരുന്നു. ഈ പറയുന്ന നിരവധി കേസുകളെ മുൻനിർത്തിയിട്ട്
ഈ ബാല്യവിവാഹം കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ദുരിതങ്ങൾ ആ സമൂഹത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്നത് കണ്ടുകൊണ്ട് ഗവൺമെന്റിനോട് വിവാഹപ്രായം ഉയർത്തണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതനുസരിച്ച് ഗവൺമെന്റ് വിവാഹപ്രായം ഉയർത്താനുള്ള ബില്ല് കൊണ്ടുവരികയുണ്ടായി, ഏജ് ഓഫ് കൺസെന്റ് ബിൽ. ആ സമയത്ത് തിലക് അതിനെ വലിയ ശക്തിയോടെയാണ് എതിർക്കുന്നത്. അത് വലിയ ശക്തിയോടെ എതിർക്കുമ്പോൾ പറയുന്ന കാരണം ഗവൺമെന്റിന് ഒരിക്കലും സമുദായത്തിന്റെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞാല് ഈ സമുദായത്തിനുള്ളിലെ കാര്യങ്ങൾ ചിലപ്പോഴും മനുഷ്യനീതിയുടെ കാര്യമായിരിക്കും. അതായത് ഇപ്പൊ വിവാഹപ്രായം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനീതിയുടെ കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു വ്യക്തിയെ സംബന്ധിച്ച വളർച്ചയുടെ പ്രശ്നമാണ്, ഒരു വ്യക്തിയെ സംബന്ധിച്ച വ്യക്തിയുടെ ജീവിക്കാനുള്ള അവകാശത്തെ സംബന്ധിച്ച പ്രശ്നമാണ്. പക്ഷെ അത് മതത്തിനുള്ളിലെ സംഗതി ആയതുകൊണ്ട് മതമേധാവികൾക്കാണ് അതിനുള്ള അർഹത, പരിഷ്കരണത്തിനുള്ള അർഹത, അല്ലെങ്കിൽ മതത്തിനുള്ളിലെ അംഗങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഗവൺമെന്റ് അല്ല എന്നുള്ള സ്റ്റാൻഡാണ് എടുക്കുന്നത്. അഗാർക്കർ നേരെ തിരിച്ച് ഗവൺമെന്റ് ഇതിൽ ഇടപെടണം. ഇത് നീതി നിഷേധത്തിന്റെ പ്രശ്നമാണ്, മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണം എന്നുള്ള പക്ഷക്കാരനായിരുന്നു. അഗാർക്കറുടെ ശിഷ്യനായിട്ടാണ് ഗോഖലെ വരുന്നത്, ഗോഖലയുടെ ശിഷ്യനായിട്ടാണ് പിന്നെ ഗാന്ധി വരുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വലിയൊരു റിഫ്റ്റ് അവർ തമ്മിൽ ഉണ്ടാവും, വലിയൊരു അകൽച്ച ഉണ്ടാവുന്നുണ്ട്. ഈ അകൽച്ച പതുക്കെ എതിരായിട്ട് തീരുന്നുണ്ട്. അഗാർക്കർ ഈ കേസരിയും അതുപോലെ തന്നെ മറാത്തിയൊക്കെ വിട്ട് സുധാരക് എന്ന് പറയുന്ന പുതിയ പത്രം തുടങ്ങുന്നുണ്ട്. പരിഷ്കർത്താവ് എന്നാണ് സുധാരക് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം തന്നെ. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ നിലവിൽ ഇരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് തിലക് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന യാഥാസ്ഥിതിക പക്ഷത്തേക്ക് ആളെ കൊണ്ടുവരുന്ന ഏറ്റവും രണ്ട് ഭാവനാത്മകമായ കാര്യങ്ങൾ തിലക് ചെയ്യും. ഒന്ന് ഗണേശ് ചതുർത്ഥി, ഗണേശ ഘോഷയാത്ര എന്ന് പറയുന്നത് പുനഃസ്ഥാപിക്കും. അതായത് ബ്രിട്ടീഷുകാര് ഈ ചിത്പാവൻ ബ്രാഹ്മിൻസിനെ കീഴടക്കിയതിന് ശേഷം, മറാത്ത സാമ്രാജ്യം പിടിച്ചടക്കിയതിന് ശേഷം പൊതുവെ ഈ ആഘോഷങ്ങളൊക്കെ തന്നെ പബ്ലിക് സ്പിയറിൽ നിന്ന് പിൻവടങ്ങിയിരുന്നു, അത് വീടുകളിലേക്ക് പിന്മാറിയിരുന്നു. ഇതിനെ തിരിച്ചു കൊണ്ടുവന്ന് ഇതിനെ ജനങ്ങളുടെ ആഘോഷമാക്കി തീർക്കാനുള്ള നടപടികളാണ് തിലക് ആലോചിച്ചത്. അപ്പോൾ ഗണേശ ഘോഷയാത്രനെ ബ്രിട്ടീഷുകാർക്ക് ഒരിക്കലും തടയാൻ പറ്റില്ല. ഇത് മതത്തിൻ്റെതായിട്ടുള്ള ഒരു ഘോഷയാത്രയാണ്. പക്ഷെ അത് ആ ബിംബങ്ങൾ ഉപയോഗിച്ച് പതുക്കെ ബ്രിട്ടീഷ് വിരുദ്ധത പരത്താനുള്ള ഒരു മാർഗമാണ് ഈ തിലക് തുടങ്ങി വെക്കുന്നത്. അപ്പൊ ഗണേശ ഘോഷയാത്ര വലിയ തരത്തിൽ വിജയവുമാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിബന്ധനകളൊക്കെ അദ്ദേഹം തന്നെ എഴുതി ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും കറുപ്പ് കുപ്പായ ഇടണം, മുസോളിനിയുടെ ബ്ലാക്ക് ഷർട്ടിനെ അനുസ്മരിക്കുന്ന വിധത്തിൽ കറുത്ത കുപ്പായ ഇടണം, 10 ദിവസം ഈ ഘോഷയാത്ര വലിയ പന്തലുണ്ടാക്കിയിട്ട്. ഇപ്പോൾ ബോംബെയിൽ നടക്കുന്ന ആ സംഗതി അന്നാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ നമുക്ക് കണ്ടാൽ തോന്നും, അല്ലെങ്കിൽ ആരുടെങ്കിലും ചോദിച്ചാൽ പറയും ഇത് നൂറ്റാണ്ടുകളായി ഉണ്ടായിട്ടുള്ളത്. ഇതൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന, ഒരു രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന ഒന്നാണ്. അങ്ങനെ മതത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ തങ്ങളുടെ ലക്ഷ്യം നിറവേറാനുള്ള ഏറ്റവും നല്ല വഴിയാണെന്നുള്ള സംഗതി പിടികിട്ടുന്നത് അവിടെ നിന്നാണ്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ദേശീയതേനെയും പിടിച്ചു. എന്ന് പറഞ്ഞാല് ശിവജി എന്ന് പറയുന്ന മറാത്ത സാമ്രാജ്യത്തിലെ അല്ലെങ്കിൽ മറാത്ത രാജ്യത്തിലെ എല്ലാവരുടെയും ഒരു ബിംബമാക്കി മാറ്റിയെടുക്കുകയാണ്. യഥാർത്ഥത്തില് ആ കാലത്ത് ശിവജിയുടെ ശവശരീരം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. റായ്ഗറിൽ ഒരു ഇംഗ്ലീഷ് പത്രപ്രവർത്തകൻ വന്നിട്ട് ഈ ദുസ്ഥിതി കണ്ടിട്ട് അദ്ദേഹം ഒരു ലേഖനം എഴുതുകയാണ്. ഇങ്ങനെ ഒരു ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമുള്ള, ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരാളുടെ ശവകുടീരം ഇങ്ങനെ അനാഥമാകാൻ പാടില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതുന്നു. ഇത് തിലകിന്റെ ശ്രദ്ധയപ്പെടുന്നു. തിലകിന് ഈ ശിവജിയെ ഒരു ബിംബമാക്കാം എന്ന് പറയുന്ന ഒരു വലിയ തരത്തിലുള്ള ഭാവനാത്മകമായ ഒരു പ്രയോഗത്തിലേക്ക് നയിക്കാൻ ആവശ്യമായിട്ടുള്ള വിത്ത് ഇവിടെ നിന്ന് കിട്ടുകയാണ്. മാത്രമല്ല ശിവജിയെ ചിത്പാവൻ ബ്രാഹ്മിൻസിനെ സംബന്ധിച്ചിടത്തോളം ശിവജി ഒരു പിതൃബിംബം പോലെയാണ്. കാരണം ശിവജിയാണ് ഇവർക്ക് അധികാരം കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തില് ശിവജിയാണ് ഈ സാമ്രാജ്യം ഉണ്ടാക്കി ഇവരുടെ കയ്യിൽ എത്തിയെങ്കിലും. അപ്പൊ അതുകൊണ്ട് ശിവജിയെ വീണ്ടെടുക്കാനുള്ള ഫെസ്റ്റിവലും 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 1894 ആയപ്പോ, 1892 ഗണേശ ആഘോഷം തുടങ്ങുന്നത്. 94 ആയപ്പോഴേക്കും ഈ ശിവജിയുടെ പേരിലുള്ള ഈ ഉത്സവം പുനഃസ്ഥാപിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ ഉത്സവം ആവിഷ്കരിക്കുകയാണ്. അപ്പൊ ഇത് ഈ വഴി ഈ പറയുന്ന തരത്തിൽ യാഥാസ്ഥിതിക പക്ഷം പരിഷ്കരണവാദികളെ കവച്ചു വെക്കുന്ന തരത്തിൽ വലുതാവുകയാണ്. ഇതിന്റെ ഉള്ളിലാണ് ഈ പറയുന്ന സവർക്കർ വന്ന് വീഴുന്നത്. അല്ലെങ്കിൽ സവർക്കറുടെ ഒരു ബാല്യകാലത്തെ പ്രചോദിപ്പിച്ചിരുന്ന ഒരു കാര്യം.
ഇപ്പൊ ഈ ഗണേശ ഘോഷയാത്ര പ്രധാനമായിട്ട് ചെയ്തിരുന്ന മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പണിയാണ്. മുസ്ലിം പള്ളിയുടെ മുന്നിലെത്തുമ്പോൾ അത് വലിയ തരത്തില് വാദ്യമേളങ്ങളെ ഒച്ച കൂട്ടുക. അപ്പൊ പൊതുവേ നിന്നിരുന്നപ്പം ആ പ്രവിശ്യയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മുസ്ലിം ഹിന്ദു കലാപങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിന്റെ ഒരു ചരിത്രമൊക്കെ ഉണ്ട്. അപ്പൊ അത് മൂർച്ഛിക്കുന്നത് വഴി രണ്ട് തരത്തിലാണ്. ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നിൽക്കുക, ഒന്ന് മുസ്ലിങ്ങൾക്ക് എതിരെ നിൽക്കുക. അപ്പൊ ബ്രാഹ്മണരുടെ ഒരു കൂട്ടം ഇതിൻ്റെ ഉള്ളിലേക്ക് വരും എന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മൊബിലിറ്റി കിട്ടിയ മനുഷ്യർ ഹിന്ദുക്കള് ഇതിനുള്ളിലേക്ക് കൂടും എന്നുള്ള ഒരു സംഗതി വെച്ചിട്ട് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുകയാണ് ഈ പറയുന്ന ഈ ഗണേശ ഘോഷയാത്രയുടെ ഒക്കെ ലക്ഷ്യം. സവർക്കർ എന്നെ എഴുതിയിട്ടുള്ള ആത്മകഥ പരിശോധിക്കുമ്പോൾ സവർക്കർക്ക് 11 വയസ്സുള്ളപ്പോ, ഒരു ചെറിയ കുട്ടി ആണല്ലോ, സവർക്കർക്ക് 11 വയസ്സ്, അത് ഏതാണ്ട് 1894-95 കാലാണ്. ആ സമയത്ത് ഒരു വർഗീയ കലാപം അവിടെ ഉണ്ടാവുന്നുണ്ട്, ഈ ബാഗൂർ പ്രവിശ്യയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ സവർക്കർ ചെയ്യുന്നത് അന്ന് കുട്ടികളെ സംഘടിപ്പിച്ചിട്ട്, അദ്ദേഹം തന്നെ ആത്മകഥയിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്, കുട്ടികളെ സംഘടിപ്പിച്ചിട്ട് ബാഗൂരിൽ ഒഴിഞ്ഞു കിടക്കുന്ന പള്ളിയുണ്ട്, ഈ പള്ളി കയറിയിട്ട് അതിനെ ആക്രമിക്കുക. 11 വയസ്സുള്ള കുട്ടിയാണെന്ന് ഓർക്കണം. ഈ മുസ്ലിങ്ങൾക്കെതിരെ അവരുടെ പള്ളി കയറി ഈ പറയുന്ന ചെറിയ കുട്ടികളെ സംഘടിപ്പിച്ചിട്ട് ആ പള്ളിയെ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ആക്രമിച്ചപ്പോ തൊട്ട് എതിർവശത്തുള്ള ഒരു ഉറുദു സ്കൂളിലെ കുട്ടികൾ ഇത് കാണുന്നു. അവിടെ സ്വാഭാവികമായിട്ടും മുസ്ലിം കുട്ടികളാണ് പഠിക്കുന്നത്. അവരിത് കാണുന്നു. ഈ രണ്ട് കുട്ടികളുടെ സംഘം തമ്മിൽ വലിയ സംഘർഷത്തിലേക്ക് പോകുന്നുണ്ട്. സവർക്കർ എന്നെ എഴുതിയിട്ടുള്ളതാണ്. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോ ഈ കുട്ടികൾ തന്നെ ഇത് അധ്യാപകരുടെ അടുത്ത് എത്തിക്കാതെ അവർ തന്നെ ഒത്തുതീർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ സവർക്കർ പിന്നീട് ചെയ്യുന്നത്, ഈ ആത്മകഥ പറയുന്നത്, ഈ മുസ്ലിങ്ങൾക്കെതിരെ പടപൊരുതാനുള്ള ഒരു അഭിവാഞ്ച കൂട്ടുകാർക്കിടയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കളി, അവര് സാധാരണ കളിക്കുമല്ലോ കുട്ടികൾ, ഈ കളിക്കുമ്പോൾ ഒരു കൂട്ടരെ മുസ്ലിങ്ങൾ, ഒരു കൂട്ടര് ബ്രിട്ടീഷുകാർ, ഒരു കൂട്ടര് ഹിന്ദുക്കൾ എന്ന് മൂന്നായിട്ട് തിരിക്കും. എന്നിട്ട് നടുക്കൊരു പതാക കുത്തിവെച്ചിട്ടുണ്ട്, ഈ ഭഗധ്വജം, ഈ കാവ്യ പതാക കുത്തിവെച്ചിട്ടുണ്ടാവും. ഇവര് പരസ്പരം ഏറ്റുമുട്ടി ആരാണോ കാവ്യ പതാക എടുത്തുകൊണ്ട് വരുന്നത് അവർക്കാണ് ഈ പറയുന്ന ഈ ധ്വജം സ്വന്താക്കുക എന്ന് പറയുന്നതാണ് ആ കളിയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും സവർക്കർ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ കൂട്ടം ജയിക്കില്ല. ചിലപ്പോ ബ്രിട്ടീഷുകാരായിരിക്കും ജയിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ മുസ്ലിങ്ങളായിരിക്കും ജയിക്കുക. ഇവര് തന്നെയാണ് 3 കൂട്ടമായിട്ട് തിരിയുന്നത്. അപ്പോ ഇപ്പൊ മുസ്ലിം കൂട്ടം ജയിച്ചാലും അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഈ ഹിന്ദുക്കൾക്ക് ഈ ധ്വജം ഏൽപ്പിക്കും. ബ്രിട്ടീഷുകാരുടെ കൂട്ടം ജയിച്ചാലും അവരെ ഈ പറഞ്ഞ പോലെ അവരെ കൊണ്ട് ഈ ധ്വജം ഹിന്ദുക്കൾക്ക് കൊടുപ്പിക്കും. എന്ന് പറഞ്ഞാൽ ആത്യന്തിക ജയം ഹിന്ദുക്കൾക്കാണെന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കളിയാണെന്ന് കളിച്ചിരുന്നതെന്ന് പറയും. അപ്പൊ മുസ്ലിം വിരോധം ബ്രിട്ടീഷ് വിരോധം പോലെ തന്നെ ഇവരുടെ ഉള്ളിൽ ഈ പറയുന്ന വളരെ യാഥാസ്ഥിതിക ചിത്പാവൻ സ്ട്രീമിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലാണ് സവർക്കർ ചെറുപ്പം തൊട്ട് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഒരു വശത്ത് ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ ചിത്പാവൻസിനോടുള്ള ആരാധന, ഫാഡ്കെയോടുള്ള ചപ്പേക്കർ സഹോദരരോടുള്ള ആരാധന. ഈ ചപ്പേക്കർ സഹോദരരായാലും ഫാഡ്കെ ആയാലും അവർ ബ്രിട്ടീഷ് വിരുദ്ധത നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ബ്രാഹ്മണ്യത്തിൽ ഊന്നിയിട്ടുള്ള ബ്രിട്ടീഷ് വിരുദ്ധതയാണ്. അപ്പൊ ബ്രാഹ്മണ്യത്തിൽ ഊന്നിയുള്ള ബ്രിട്ടീഷ് വിരുദ്ധത ഒരംശമായിട്ട് നമുക്ക് സവർക്കറിന്റെ ചെറുപ്പകാലത്ത് കാണാൻ പറ്റും. മറ്റൊരു വശത്ത് ഈ പറയുന്ന തിലകൊക്കെ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ഒരു മുസ്ലിം വിരുദ്ധതയും ഒരു വശത്തുണ്ട്. ഇങ്ങനെയാണ് വളരുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ബാഗൂരിലെ ചെറിയ സ്കൂൾ വിട്ടിട്ട് അദ്ദേഹം ഇവിടെ പഠിക്കാൻ പോകുന്നുണ്ട്. നാസിക്കിൽ തൊട്ടടുത്തുള്ള ടൗണിലെ ശിവാജി സ്കൂളിൽ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഇവര് 3 സഹോദരരാണ് ഉള്ളത് സവർക്കർക്ക്. മൂത്ത ആള് ഗണേഷ് ദാമോദർ സവർക്കർ എന്ന് പറയുന്ന, GD സവർക്കർ എന്ന് പറയുന്ന, ഒരുപക്ഷെ VD സവർക്കറെ പോലെ തന്നെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വലിയ സംഭാവനകൾ നൽകിയെന്ന് അവര് പറയുന്ന ഒരാളാണ് GD സവർക്കർ. ഇളയ ആള് ബാലനാണ്, അദ്ദേഹത്തെ ബാബാറാവു എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇളയ ആള് നാരായൺ ദാമോദർ സവർക്കർ എന്ന് പറയുന്ന ND സവർക്കറാണ്. അദ്ദേഹത്തിനെ ബാൽ എന്നാണ് വിളിച്ചിരുന്നത്. ഇങ്ങനെ ഈ 3 സഹോദരനും ഒരു പക്ഷേ ആ സമയത്ത് ഒരേ സ്കൂളിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് കാണാം.
സവർക്കർ ജനിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് ഒരു 7 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അമ്മ മരിക്കുന്നുണ്ട്, രാധാബായി മരിച്ചു പോകുന്നുണ്ട്. അച്ഛൻ മരിക്കുന്നത് ഈ പ്ലേഗിന്റെ സമയത്താണ്. 1898 മറ്റോ ആണ് അച്ഛൻ മരിക്കുന്നത്. അപ്പൊ അച്ഛൻ മരിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ റാൻഡിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം കൊണ്ട് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ അച്ഛന് ദാമോദർ പാന്തിന് ബ്യൂബോണിക് പ്ലേഗ് പിടികൂടി. ഇവരറിയിച്ചില്ല, ഇവർ പുറത്തൊന്നും അറിയിച്ചില്ല, വീടിന്റെ ഉള്ളിൽ തന്നെ ചികിത്സിക്കുകയാണ്. അങ്ങനെ ആരും അറിയാതെയാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ മരിച്ചതോട് കൂടിയിട്ട് ഇവര് അവരുടെ വീട് വിട്ടിട്ട് ഒരു പ്രാന്തപ്രദേശത്ത് ഒരു കുടിൽ കെട്ടി താമസിക്കാൻ തുടങ്ങി. ആ ഫാമിലി അവിടെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ താമസിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഇടയിൽ ഈ ചെറിയ കുട്ടിക്ക് ബാലിന് പ്ലേഗ് പിടികൂടുന്നുണ്ട്. അപ്പൊ ബാലിന് പ്ലേഗ് പിടികൂടുമ്പോൾ ഇവർക്ക് നിവൃത്തിയില്ലാതാവും. അപ്പോഴേക്കും പിന്നെ SPC എല്ലായിടത്തും തിരയുന്നുണ്ട്. ഒരുപക്ഷെ SPCയുടെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാവാം ഇദ്ദേഹത്തെ ഈ ചെറിയ കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റും. ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ അവിടെ ബ്രിട്ടീഷ് നേഴ്സൊക്കെ ആയിരിക്കും ചികിത്സിക്കാനുണ്ടാവുക. അപ്പൊ വെള്ളക്കാർ തൊട്ട് മ്ലേച്ഛാകാതിരിക്കാൻ വേണ്ടിയിട്ട് മൂത്ത ജ്യേഷ്ഠൻ GD സവർക്കറാണ്, ഗണേഷ് ദാമോദർ സവർക്കറാണ് സഹായത്തിന് പോകുന്നത്. സ്വാഭാവികമായിട്ട് അയാൾക്കും പകരും, ഈ പറയുന്ന പ്ലേഗ് പകരും. അവർ രണ്ടുപേരും പിന്നെ പ്ലേഗിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് പിന്നീടുള്ള ജീവിതത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ബ്രാഹ്മണ്യത്തിൻ്റെതായിട്ടുള്ള വലിയ കടുംപിടുത്തങ്ങളും ഈ പറയുന്ന തരത്തിൽ നമുക്ക് ആ ഫാമിലിക്കുള്ളിൽ കാണാൻ കഴിയും. ഈ സവർക്കർ GD സവർക്കർ പഠിക്കുന്ന സ്കൂളിലേക്ക്, ഹൈസ്കൂൾ ക്ലാസ് എന്നൊക്കെ നമ്മൾ ഇന്ന് വിളിക്കുന്ന തരത്തിലുള്ള മെട്രിക്കുലേഷൻ ആ സ്ഥലത്തേക്ക്, അവിടെയാണ് നാസിക്കിലാണ് പഠിക്കുന്നത്. അവിടെ നാസിക്കിൽ പഠിക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ചേട്ടന് പ്ലേഗ് ബാധിച്ച് ആശുപത്രിക്ക് എടുക്കുന്ന സമയത്ത് സവർക്കർ 2 പേരെ പരിചയപ്പെടുന്നുണ്ട്. 2 ചിത്പാവൻ യുവാക്കളെ ആ സമയത്ത് പരിചയപ്പെടുന്നുണ്ട്. അവരുമായി ചേർന്നിട്ട് സവർക്കർ ഒരു സംഘടന ഉണ്ടാക്കാൻ നിശ്ചയിക്കുകയാണ്. ഈ ഫാഡ്കെയുടെയും ചാപ്പേക്കർ ബ്രദേഴ്സിന്റെയും ഒക്കെ മാതൃക പിന്തുടർന്നിട്ട് ഒരു ഒളി സംഘടന ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ്. അതാണ് ഈ മിത്രമേള എന്ന് പറയുന്ന സവർക്കർ ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ ഒരു ഒളി സംഘടന എന്ന് പറയുന്നത്. അപ്പൊ മിത്രമേള ഉണ്ടാക്കുമ്പോൾ മിത്രമേളയുടെ ഓഫീസായിട്ട് ഈ നാസിക്കിൽ അവർ താമസിച്ച ആ ലൈനിലെ ഒരു മുറിയിലാണ് മിത്രമേളയുടെ ഓഫീസ്. മിത്രമേളയുടെ ഓഫീസിലെ ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് രാജാ രവിവർമ്മ വരച്ച ശിവജിയുടെ ചിത്രമാണ് അവരെ ചുമരിൽ തൂക്കിയിട്ടിരുന്നത്. അതുകൂടാതെ തന്നെ ഈ ചാപ്പേക്കർ പ്രദേശിന്റെ ഈ പറഞ്ഞ തൂക്കിലേറ്റപ്പെട്ട ആളുകളുടെ ചിത്രങ്ങളുമാണ് ഇട്ടിരുന്നത്. അപ്പൊ മിത്രമേളയിൽ ആൾക്കാർ ചേരാൻ തുടങ്ങി. ആൾക്കാർ ചേരാൻ തുടങ്ങുമ്പോൾ മിക്കവാറും ചിത്പാവൻ ബ്രാഹ്മിൻസ് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ അംഗങ്ങളായിട്ട്. അധികം പേരും ചിത്പാവൻസ് തന്നെയാണ്. വളരെ കുറച്ച് മറ്റ് തരത്തിലുള്ള സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ദാരേക്കർ എന്ന് പറയുന്ന ഒരാള് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അത് ചിത്പാവൻ അല്ല, മറിച്ച് വേറൊരു സമുദായത്തിൽ നിന്ന് വരുന്നതാണ്. എങ്കിലും ബഹുഭൂരിഭാഗവും ഈ പറയുന്ന ചിത്പാവൻ ബ്രാഹ്മിൻസിന്റെ സംഘടനയായിരുന്നു. അപ്പൊ മിത്രമേള ആദ്യമൊക്കെ ഈ എല്ലാ ശനിയാഴ്ചയും അവർ കൂടും. ഇവരൊക്കെ ചെറിയ കുട്ടികളാണ്, അല്ലാതെ വലിപ്പം ഉള്ള വലിയ ആളുകളൊന്നുമില്ല. ആകെ ഇദ്ദേഹത്തിന്റെ ബ്രദറാണ്, GD സവർക്കറാണ് മുതിർന്ന ആളെന്ന് പറയാനുള്ളത്. അതും എനിക്ക് തോന്നുന്നു 1-2 വയസ്സൊക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവര് ശനിയാഴ്ചകളിൽ ഓരോ കാര്യങ്ങളെ പറ്റി സംസാരിക്കും. സ്വാഭാവികമായിട്ട് സവർക്കർ കുറച്ചും കൂടി ഒരു എക്സ്ട്രോവർട്ടും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഒന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹമാണ് അതിന്റെ ഒരു ലീഡറായിട്ട് നിന്നിരുന്നത്. പതുക്കെ പതുക്കെ ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ തുടങ്ങി. ആദ്യം പൊതുവെ ജനറൽ ആയിട്ടുള്ള പൊതുവിഷയങ്ങളെ പറ്റിയാണ് സംസാരിച്ചിരുന്നെങ്കിലും പതുക്കെ പതുക്കെ അത് രാഷ്ട്രീയവൽക്കരിക്കാൻ തുടങ്ങി. അങ്ങനെ അതൊരു ഒരർത്ഥത്തിൽ ഒരു ചെറിയ രാഷ്ട്രീയ സംഘടനയായിട്ട് തീരുകയാണ്. ആ സമയത്ത് ഈ 1901 വീണ്ടും പ്ലേഗ് വരികയാണ്. വീണ്ടും പ്ലേഗ് ബാധ ഒരു വട്ടം കൂടി, ഒരു വട്ടം വന്നു പോയിട്ട് വീണ്ടും ഈ പ്ലേഗ്, ബ്യൂബോണിക് പ്ലേഗ് ബാധ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ 1960 വരെ ഒക്കെ നീണ്ടു നിൽക്കുന്നുണ്ട്. 1897 തൊട്ട് 1960 വരെ നീണ്ടു നിന്നൊരു വലിയ ഒരു പകർച്ചവ്യാധിയുടെ കാലാണ്. അത് ഒരു പ്രാവശ്യം വന്നു പോവും, പിന്നെ പിൻവാങ്ങും, വീണ്ടും ഇങ്ങനെ വീണ്ടും അടുത്ത തരംഗം വരും, അങ്ങനെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ തരംഗം വന്നപ്പോ ഇവര് ഈ മിത്രമേളയുടെ ആസ്ഥാനം കോത്തൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റേണ്ടി വന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടുത്തെ ആൾക്കാർ വന്നു. അങ്ങനെ 1901 എത്തുമ്പോഴേക്കും, ഒരു വർഷം വരുമ്പോഴേക്കും പൂനെയിൽ അങ്ങനെ പലയിടത്തായിട്ട് മിത്രമേളയുടെ ചില ഒരു യൂണിറ്റുകൾ ഉണ്ടാവുന്നുണ്ട്.
ഇതിൻ്റെ ഒക്കെ ഈ എല്ലാ യൂണിറ്റുകളുടെയും സമ്മേളനം 1903 നടത്തുന്നുണ്ട്. 1904 രണ്ടാമത്തെ വാർഷിക സമ്മേളനം നടത്തുമ്പോൾ ഇതിൻ്റെ പേരിലൊരു മാറ്റം വരുത്തുന്നുണ്ട്. അഭിനവ് ഭാരത് എന്ന് പറയുന്ന സംഘടനയായിട്ട് ഇത് മാറുന്നുണ്ട്. മിത്രമേള എന്ന് പറയുന്ന അഭിനവ് ഭാരത് എന്ന് പറയുന്ന സംഘടനയായിട്ട് മാറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ നമ്മൾ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഫാഡ്കെ ഉണ്ടാക്കിയ പോലെ 3-4 ഘടകങ്ങൾ ഉണ്ടാവും. ഒരു ഘടകം ആൾക്കാരോട് സംസാരിക്കുന്ന ഒരു ഘടകം. ഏറ്റവും അവസാനത്തെ ഘടകം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒളിപ്പോ ഒരു കോർ സംഘടന, അതൊരു ഭീകരവാദ സംഘടനയുടേതുപോലെ ഒരു ഘടകമായിരിക്കും ഏറ്റവും കോറിലുണ്ടാവുക. അപ്പം മിത്രമേളയുടെ കോറിലുണ്ടായിരുന്ന ഒരാൾ ഈ പറഞ്ഞ പോലെ സവർക്കറാണ്, സ്വാഭാവികമായിട്ട് സവർക്കറാണ് ഉണ്ടായിരുന്നത്.